ജിഷ വധക്കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. എറണാകുളം റൂറൽ എസ്.പി. യതീഷ് ചന്ദ്രയെ സ്ഥലം മാറ്റി. പി.എൻ. ഉണ്ണിരാജ പുതിയ എസ്.പി. ആകും. പെരുമ്പാവൂർ ഡിവൈഎസ്പി, കുറുപ്പുംപാടി സി.ഐ എന്നിവർക്കും സ്ഥലം മാറ്റം. എന്നിവരെയും സ്ഥലം മാറ്റും. അതേസമയം ജിഷ കേസ് അന്വേഷണം ഏറ്റെടുത്ത ADGP ബി സന്ധ്യ ജിഷയുടെ വീട് സന്ദർശിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, വിശദാംശങ്ങൾ എന്താണ്? മനു, ADGP ബി സന്ധ്യ ഇന്ന് ഉച്ചയ്ക്ക് 1:45 എറണാകുളത്ത് ആലുവ പോലീസ് ക്ലബിൽ എത്തിയത്. ഇതിനുശേഷം അന്വേഷണ സംഘത്തിന്റെ ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. ഇതിൽ പുതിയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരും പഴയ അന്വേഷണ സംഘത്തിലുള്ളവരും ചേർന്ന സംയുക്ത യോഗമായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഈ യോഗം വിലയിരുത്തി. അതിനുശേഷം ഏത് ദിശയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എത്തരത്തിൽ വേണം ഇനിയുള്ള അന്വേഷണം എന്നതിന്റെ ഒരു രൂപരേഖയും ഈ ഒരു യോഗത്തിൽ തയ്യാറാക്കി. ഇതിനുശേഷമാണ് ADGP ബി സന്ധ്യ ജിഷ കൊല്ലപ്പെട്ട വീട് സന്ദർശിച്ചത്. വീടും പരിസരവും വിശദമായ പരിശോധനയ്ക്ക് ശേഷം അയൽവാസികളുടെ മൊഴിയും ADGP രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ADGP ജിഷയുടെ അമ്മയെയും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അമ്മയുടെ മൊഴിയും ADGP രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇതിനു മുൻപ് അന്വേഷണ സംഘത്തോട് നൽകിയ മൊഴി, അയൽവാസികളുടെ മൊഴി നേരത്തെ അന്വേഷണ സംഘം, ഇതിനു മുൻപുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിലും ഇപ്പോൾ ADGP രേഖപ്പെടുത്തിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പ്രധാനമായും പരിശോധിക്കും. അത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ADGPയെ ഇതിനെ ചുമതലപ്പെടുത്തിയ അന്ന് തന്നെ ADGP എറണാകുളത്ത് എത്തുകയും യോഗം ചേരുകയും അന്ന് തന്നെ ജിഷയുടെ വീട് സന്ദർശിക്കുകയും ഇത്തരത്തിൽ അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. അതേസമയം തന്നെ നേരത്തെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന എറണാകുളം റൂറൽ എസ്.പിയെ ചുമതലയിൽ നിന്ന് മാറ്റി പകരം SP ഉണ്ണിരാജനാണ് എറണാകുളം റൂറലിന്റെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പെരുമ്പാവൂർ ഡിവൈഎസ്പിയും കുറുപ്പംപടി CIക്കും ഇത്തരത്തിൽ രണ്ടുപേരെയും മാറ്റി പകരം ചുമതലയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലുള്ളവർക്കാണ് ഇപ്പോൾ പകരം ചുമതല നൽകിയിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അന്വേഷണ സംഘം പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. SP-മാരായ അജിത ബീഗം, P.N. ഉണ്ണിരാജ, P.K. മധു എന്നിവരാണ് സംഘത്തിലുള്ളത്. അന്വേഷണ ചുമതലയുള്ള ADGP ബി സന്ധ്യയുടെ താൽപര്യപ്രകാരമാണ് ഈ പുനഃസംഘടന നടന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്നും നൽകിയത്. ജിഷ വധക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സമയം ആവശ്യമാണെന്ന് ADGP ബി സന്ധ്യ. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും ADGP. ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പുതിയ സംഘത്തിന്റെ ആദ്യ യോഗത്തിന് ശേഷമായിരുന്നു ADGPയുടെ പ്രതികരണം. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളും ടീമിലുള്ള ഉണ്ണിരാജനുണ്ട്, P.K. മധു ഉണ്ട്, അവർക്ക് ആർക്കെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുക. പേഷ്യൻസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ആവശ്യം. ടേക്സ് ടൈം. പിന്നെ ഇൻവെസ്റ്റിഗേഷന് നിങ്ങൾക്ക് അറിയാമല്ലോ, രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് കോടതിക്കായിരിക്കും പോകുന്നത്. സഹകരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടാൽ മതി. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. വെരി ബിസി റൈറ്റ് നൗ വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. അല്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, പുതിയ ടീം എടുത്തിട്ടുണ്ട്. അപ്പം ലെറ്റ് us do something. എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിലല്ലേ അർത്ഥമുള്ളൂ. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഗതാഗതവും രജിസ്ട്രേഷനും നിരോധിച്ച ഹരിത ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഡീസൽ വാഹന നിയന്ത്രണവും നിരോധനവും അടങ്ങുന്നതാണ് വിധി. സ്വകാര്യ വാഹന നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റേത്. 2000 CCക്ക് മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ സർക്കാർ രജിസ്റ്റർ ചെയ്ത് നൽകരുത് എന്നും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ കൊച്ചി സർക്യൂട്ട് ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വാഹന ഡീലർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പഠനം നടത്താതെയാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടത് എന്ന് കുറ്റപ്പെടുത്തിയ കോടതി ധൃതി പിടിച്ചെടുത്ത തീരുമാനമാണ് ഹരിത ട്രിബ്യൂണലിന്റേതെന്നും വിമർശിച്ചു. 1 മാസം കൊണ്ട് ഉത്തരവ് നടപ്പാക്കുക അസാധ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ആരാഞ്ഞില്ല. വസ്തുതകൾ വിശദമായി പരിശോധിക്കേണ്ടിയിരുന്നുവെന്നും ജസ്റ്റിസ് PB സുരേഷ് കുമാർ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2000 CCക്ക് മുകളിലുള്ള 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. ഇതിനായി ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 10 വർഷത്തിലേറെ പഴക്കമുള്ള 2000 CCക്കും അതിനു മുകളിലും ശേഷിയുള്ള
ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടി ഉടൻ നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിട്ട് അറിയിച്ചിരുന്നു. അതേസമയം പരിസ്ഥിതി വകുപ്പുമായും നിയമവകുപ്പുമായും ചർച്ച ചെയ്ത അപ്പീലിന്റെ കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. എല്ലാ വശങ്ങളും പരിഗണിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിച്ചും പരിസ്ഥിതി സംരക്ഷണമെന്ന പ്രധാന ആവശ്യം നിഷേധിക്കാത്ത ഒരു നിലപാടുമാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുക. അല്ല സുപ്രീം കോടതിയാണോ സമീപിക്കേണ്ടത്, അല്ല ഇവരോട് ഈ ഹരിത ട്രൈബ്യൂണലിനോട് തന്നെ അവരുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടത്? അതൊക്കെ നിയമ വിദഗ്ധന്മാരുമായി കാരണം ഞങ്ങൾ ഇൻസ്പിരിറ്റ് മലിനീകരണ നിയന്ത്രണം എന്ന വലിയ സങ്കല്പത്തോട് ഞങ്ങൾ എതിരല്ല. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പായാൽ സംസ്ഥാനത്ത് 50% വാഹനങ്ങളും നിരത്തിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ നിലപാടെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ ജൂൺ 8-നുള്ളിൽ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 8-നകം റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ ആഭ്യന്തര സെക്രട്ടറി, ജില്ലാ കളക്ടർ, DGP, കമ്മീഷണർ എന്നിവരെ കോടതി കക്ഷി ചേർത്തു. കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും കോടതി ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൌസ് 2 ദിവസത്തിനുള്ളിൽ ഒഴിയുമെന്ന് VS. പുതിയ വീട് കണ്ട് തനിക്ക് ഇഷ്ടമായെന്നും VS പീപ്പിളിനോട് പറഞ്ഞു. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ തന്നെയാണ് മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ പുതിയ വീട് കാണാനെത്തിയത്. മകൻ VA അരുൺകുമാറിനൊപ്പം എത്തിയ VS വീട് വിശദമായി കണ്ടു. CPIM സംസ്ഥാന ആസ്ഥാനമായ AKG സെന്ററിന് തൊട്ടരികിൽ തമ്പുരാൻ മുക്കിലാണ് വീട്. വീട് ഇഷ്ടമായെന്ന് VS പറഞ്ഞു. വീട് തിരക്കേടില്ല. അപ്പോൾ 2 ദിവസത്തിനകം അവിടെ വിട്ടുകൊടുക്കണമല്ലോ. പാർട്ടി പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട് നോക്കുകയായിരുന്നു. ഭേദപ്പെട്ട വീടാണ്. പുതിയ താമസ സ്ഥലം പരിശോധിക്കാൻ വന്ന VS മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ താൽപ്പര്യപ്പെട്ടില്ല. അതേസമയം തൻ്റെ സ്ഥാനങ്ങൾ മുൻനിർത്തിയുള്ള വിവാദങ്ങളെക്കുറിച്ച് ശനിയാഴ്ച പ്രതികരിക്കുമെന്നും VS വ്യക്തമാക്കി. ചില വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ VSന്റെ ഒരു പ്രതികരണം അത് നാളെ പറയാം. ശരി. 2 ദിവസത്തിനുള്ളിൽ VS കന്റോൺമെന്റ് ഹൗസ് ഒഴിയും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുറ്റിങ്ങൽ ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമാണെന്നും അതിൽ ഇവർക്ക് പങ്കുള്ളതായും കോടതി കണ്ടെത്തി. പുറ്റിങ്ങലിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമായിരുന്നുവെന്നും അതിൽ ക്ഷേത്ര ഭാരവാഹികൾക്കും കരാറുകാർക്കും പങ്കുള്ളതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നുമായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം 1 മാസം മുമ്പ് വെടിമരുന്ന് വിൽപ്പന നടത്തിയ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 28-ാം പ്രതി ജിബു, 29-ാം പ്രതി സലീം എന്നിവർക്ക് മത്സരക്കമ്പവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് P. ഉബൈദ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പുറ്റിങ്ങലിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും നിയമം കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് നിയന്ത്രണം വേണമെന്നും ഇപ്പോഴുള്ളത് അനാരോഗ്യകരമായ പ്രവണതയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടും പോലുള്ള ദുരാചാരങ്ങൾ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന ശ്രദ്ധേയ നിരീക്ഷണവും കോടതി നടത്തി. ഒരു മതവും ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും കോടതി വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഖജനാവ് കാലിയല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 1009 കോടിയുടെ മിച്ച ട്രഷറിയാണ് പുതിയ സർക്കാരിന് കൈമാറിയത്. അവസാന കാലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്വേഷിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. 1009 കോടി രൂപയുടെ മിച്ച ട്രഷറിയാണ് ഈ 24-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ അക്കൗണ്ട് കാണിച്ചാൽ മതിയോ? ബാക്കിയുള്ള ബാധ്യത വേണ്ടേ? ബാധ്യത വേണം. കഴിഞ്ഞ UDF ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു സ്ഥിതി. പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെയേറെ തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ
മനസ്സിലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിയമലംഘനമുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട്. ഉമ്മൻചാണ്ടിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടാൻ 3 വർഷമെങ്കിലും എടുക്കും. 700 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ഖജനാവിലുള്ളത്. കടമെടുക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ അവസ്ഥാവിശേഷം മാറുന്നതിന് ഇനി ചുരുങ്ങിയതൊരു 3 വർഷം എടുക്കും. കാരണം അത്രക്കേറെ ബാധ്യതകൾ